ഞാനിന്ന് പറയാൻ പോകുന്നത് നീരാളി കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം, അത് കണ്ടോ? ഇതിനെയാണ് നീരാളി എന്ന് പറയുന്നത്. ധാരാവി അല്ല, നീരാളി. നീരാളിയെ കുറിച്ചിട്ട് വലിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. നീരാളി കടലിലാണ് കാണപ്പെടുന്നത് കേട്ടോ. കടലിൻ്റെ അടിത്തട്ടുകളിലാണ് അത് കാണപ്പെടാറ്. എവിടെയും ഞാൻ കേട്ടിട്ടുണ്ട്, ഹോട്ടലുകളിലൊക്കെ, വലിയ വലിയ ഹോട്ടലിലൊക്കെ നീരാളി കിട്ടുമെന്ന്, അത് എൻ്റെ തോന്നലാണോ എന്നറിയില്ല, കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള മാതിരി തോന്നുന്നു. നമ്മളെ കൊച്ചിയിൽ വേറൊരിടമല്ല, കിട്ടും എന്ന് കേട്ട മാതിരി എൻ്റെ ഒരു തോന്നൽ. തെറ്റാണെങ്കിൽ എന്നെ പൊങ്കാലിടരുത്. പുറത്തെ നാട്ടിലൊക്കെ കിട്ടുമായിരിക്കും. നീരാളീൻ്റെ തലയിൽ, നീരാളിക്ക് ഒരു തലച്ചോറ് തലയിൽ, അല്ലാണ്ട് അതിൻ്റെ കൈകളിലായിട്ട് 8 കുഞ്ഞു തലച്ചോറുകൾ നീരാളിക്കുണ്ട്. അങ്ങനെ എത്ര 9 തലച്ചോറ് പോരാത്തതിന് 3 ഹൃദയവും അതിനുണ്ട്. അങ്ങനെ അതിന് ഒരുപാട് വിചിത്ര സ്വഭാവം കൂടി അതിനുണ്ട്. ഇത് പോരാത്തതിന് നീരാളി അങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? നീരാളീൻ്റെ സ്വന്തം കൈ തന്നെ, നീരാളി നമ്മളെ ഈ കൂന്തൾ പോലെയൊക്കെ ഇരിക്കും. കൂന്തൾ ചില നാട്ടിൽ കാണാൻ നിൽക്കും, അതേവിടെ കാണാൻ ആരും ലുക്കാട്ടാ. പുതിയൊരു തന്നെ പൊങ്കാലിടരുത്. അപ്പോൾ ഇതെന്താക്കും, വെറുതെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ കൈയൊക്കെ വെറുതെ കടിച്ചുകൊണ്ടേയിരിക്കും, കടിച്ച് തിന്നും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുമ്പോഴും ഇത് സ്വന്തം കൈ കടിച്ചങ്ങ് തിന്നും. ഇങ്ങനെയാണ് നീരാളീൻ്റെ സ്വഭാവം. 9 തലച്ചോറുണ്ടായിട്ട് അതിന് വലിയ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. ഇനി നോക്കിക്കുക, അടുത്ത കേൾക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ തലച്ചോറിനേക്കാൾ അവർ അത്ര നല്ല ക്യാരക്ടറാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അടുത്ത സ്റ്റോറിയിലേക്ക് വരട്ടെ. അമ്മ നീരാളികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്താക്കുമെന്നറിയോ? ഇതിനങ്ങോട്ട് അടയിരിക്കാൻ തുടങ്ങും. അടയിരുന്ന് മുട്ട വിരിയുന്നത് വരെ ഇതിൻ്റെ അമ്മ, നീരാളി ഇല്ലേ, നീരാളി ആ മുട്ടയ്ക്ക് അടയിരുന്ന് കഴിഞ്ഞാൽ ഫുഡും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. എന്നിട്ട് അതിന് ശേഷം അത് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആൺനീരാളികളാണെങ്കിലോ ഇവരുടെ ഇണചേരലിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്ക് അതും മരിച്ചു പോവും. ഇത്രയും നേരം നമ്മൾ കേട്ടപ്പോൾ അതിൻ്റെ തലച്ചോറ്, അതിൻ്റെ കൈ കടിച്ചതിനും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പക്ഷേ അവസാനം ഭയങ്കര പെയിൻഫുള്ളായിട്ടല്ലേ നമുക്ക് തോന്നുന്നത് അല്ലേ? അത് ഞാൻ ആലോചിക്കുകയാണ്. ആരെങ്കിലും ഇരിക്കുമോ ഒരു കുഞ്ഞുങ്ങളെ മുട്ടയിട്ടിരുന്നിട്ട് ഒന്നും കഴിക്കാണ്ട് ആ കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ നോക്കിയിരിക്കുമോ? ഇല്ലല്ലോ. എന്നിട്ട് അത് പട്ടിണി കിടന്നാണ് ചാകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും തലച്ചോറുണ്ടെങ്കിലും അതെത്ര ഇതാന്ന് നോക്കാം. എനിക്കുണ്ട് മുട്ടേനെയൊക്കെ, ആ മുട്ടേനൊക്കെ എന്തെങ്കിലും നശിപ്പിക്കുമോ, വേറെ മീനുകൾ വന്ന് തിന്നുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അതിനുവേണ്ടി അങ്ങനെ കാവലിരിക്കുന്നത്, തിന്നാണ്ടും കുടിക്കാണ്ടും ഒക്കെ. പുറത്തിറങ്ങിയാലേ അതിന് തിന്നാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ഈ മുട്ടയിൽ നിന്ന് ഇറങ്ങി മാറിയല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര സ്നേഹമെന്ന് ആലോചിച്ച് നോക്കണേ, അത്രയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ തലച്ചോറും ബ്രെയിൻ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ മനുഷ്യരെക്കാൾ സൂപ്പർബല്ലേ. അച്ഛൻ നീരാളിയാണെങ്കിലോ അതിൻ്റെ ഇണച്ചേരലിന് ശേഷം, അയാൾ അച്ഛനായ ശേഷം കുട്ടികളാണിത് കാണുന്നെങ്കിൽ അത് അച്ഛനായതിന് ശേഷം, കുഞ്ഞുങ്ങളുടെ അച്ഛനായതിന് ശേഷം അച്ഛൻ മരിച്ചു പോവും. ഇത് ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു നീരാളീൻ്റെ ആയുസ്സെന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 5 കൊല്ലം. പിന്നെ ഇതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ ചിലപ്പോൾ ഇനി മറ്റേ പ്രസവിക്കാത്ത ടൈപ്പ് ഉണ്ടല്ലോ, മുട്ടയിടാത്തതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാലേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കുട്ടികളുണ്ടാവാത്തവരുണ്ടോ, ഈ 8 ഹൃദയത്തിന് കംപ്ലൈൻറ്റ് ഉള്ളവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ചിരിക്കുന്നതല്ല കേട്ടോ, ഞാനങ്ങനെ പറയുന്നത്. ഉണ്ടാവുമായിരിക്കണം. നമുക്ക് മനുഷ്യനുണ്ടാകുന്നതെല്ലാം മൃഗങ്ങൾക്കും ഉണ്ടെന്നാണ് പറയുന്ന അസുഖങ്ങളെല്ലാം. പണ്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമേ അസുഖങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ നീരാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നീരാളീൻ്റെ ഫോട്ടോ ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ.